വിശാൽ വധക്കേസുമായി ബന്ധപ്പെട്ട് വളരെ ദൗർഭാഗ്യകരമായ ഒരു വിധിപ്രസ്താവമാണ് കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. അതായത് ഈ കേസിലെ മുഴുവൻ ക്യാമ്പസ് ഫ്രണ്ട് ഭീകരവാദികളെയും കോടതി വെറുതെ വിട്ടിരിക്കുന്നു എന്ന അപ്ഡേഷൻ ഇപ്പോൾ ഇതാ മാവേലിക്കര സെഷൻസ് കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നു. വളരെ വിചിത്രമായ വിധിപ്രസ്താവം എന്ന് തന്നെ വേണം വിശേഷിപ്പിക്കാൻ. അതായത് ഒരു ക്യാമ്പസിനകത്ത് കയറി ഒരു വിദ്യാർത്ഥി നേതാവിനെ കൊലപ്പെടുത്തിയത്, അതും പോപ്പുലർ ഫ്രണ്ട് പോലെ നമ്മുടെ രാജ്യത്ത് നിരോധിച്ചിരിക്കുന്ന ഒരു ഭീകര സംഘടനയുടെ ഭീകരന്മാരെ വെറുതെ വിട്ടുകൊണ്ടുള്ള ഒരു കോടതി വിധി വരുന്നതായാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോടതി വളപ്പിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. നേരത്തെ തന്നെ ഞങ്ങൾ ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിലും ഇനി വിധി വരുന്നതിന് തൊട്ട് മുൻപും ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ ചില കാര്യങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഓർമ്മപ്പെടുത്തിയിരുന്നു. അതായത് ഈ ക്യാമ്പസ് ഫ്രണ്ടിന്റെ ഭീകരവാദികളെ സഹായിക്കുവാൻ വേണ്ട ചില നീക്കങ്ങൾ കേരളത്തിൽ അധികാരത്തിലിരുന്ന LDF UDF സർക്കാരുകളുടെ ഭാഗത്ത് നിന്നുണ്ടായി. KSUവിന്റെയും SFIയുടെയും നേതാക്കന്മാർ ക്യാമ്പസ് ഫ്രണ്ട് എന്ന ഒരു ഭീകര സംഘടനയെ ഞങ്ങൾക്ക് അറിയില്ല എന്ന രീതിയിൽ മൊഴി നൽകി കോടതിയിൽ. അതെല്ലാം ഒരുപക്ഷെ ഈ കേസിന്റെ വാദം നടക്കുന്ന ഘട്ടത്തിൽ, വിചാരണ നടക്കുന്ന ഘട്ടത്തിൽ വലിയ തിരിച്ചടിയായിട്ടുണ്ടായേക്കാം. ഇപ്പോൾ കോടതി വളപ്പിൽ വലിയ പോലീസ് സുരക്ഷ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ കേസിലെ മുഴുവൻ പ്രതികളെയും, ക്യാമ്പസ് ഫ്രണ്ടിന്റെ 19 ഭീകരന്മാരെയും വെറുതെ വിട്ടുകൊണ്ടുള്ള കോടതി വിധി വരുന്നു. അവിടെ നിന്നും സുധീഷ് ഗോപാൽ ചേരുകയാണ്. സുധീഷ്, വളരെ ദൗർഭാഗ്യകരമായ വിധിയാണ് കോടതിയിൽ നിന്ന് വരുന്നത്. വിശാൽ വധക്കേസിൽ ഈ 19 ഭീകരന്മാരെയും വെറുതെ വിട്ടിരിക്കുകയാണോ? അങ്ങനെ തന്നെയാണ്. ഈ ക്രൂര കൊലപാതകത്തിൽ 20 പ്രതികളുള്ളതിൽ 19 പേരുടെ വിചാരണ പ്രത്യേകിച്ച് 19 പ്രതികളെയും വെറുതെ വിട്ടിരിക്കുന്നു എന്നത് തന്നെയാണ് ഇപ്പോൾ കോടതി വിധി പ്രസ്താവത്തിൽ പറയുന്നത്. തെളിവുകളുടെ അഭാവം തന്നെയാണ് അതിന്റെ പ്രധാന കാരണമായി പറയുന്നത്. നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ്. ഇതിന്റെ അന്വേഷണത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ വലിയ വീഴ്ചയുണ്ടായിരുന്നു. 5 വർഷം എടുത്ത് ഒരു കുറ്റപത്രം സമർപ്പിക്കുന്നതിന് പോലും അത്തരത്തിൽ വളരെ ആസൂത്രിതമായ കേസിന്റെ അന്വേഷണം അട്ടിമറിച്ചു എന്ന് വ്യക്തമാകുന്നതാണ് ഇപ്പോഴത്തെ വിധി പ്രസ്താവത്തിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്നത്. വളരെ നിർണായകമായ ഈ കേസിൽ ഇത്തരത്തിൽ പോലീസിന്റെ അന്വേഷണത്തിലുണ്ടായ വീഴ്ച, അതേതരത്തിൽ വിചാരണയിലുണ്ടായ വീഴ്ച, പിന്നീട് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എത്തുമ്പോഴേക്ക് തന്നെ ഈ കേസിന്റെ പ്രധാന ഒരു ഘട്ടം കഴിഞ്ഞു പോയിരുന്നു. തെളിവുകൾ ശേഖരിക്കുന്നതിനും നിരത്തുന്നതിനുമെല്ലാം അതിൻ്റെതായ പരിമിതികളും ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് കേസിൽ പ്രതികളെ വെറുതെ, ഇപ്പോൾ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറിനൊപ്പമുള്ള അഭിഭാഷകർ പുറത്തേക്ക് വരുന്നുണ്ട്. അവർ ഈ കേസിന്റെ വിധി പ്രസ്താവത്തെ സംബന്ധിച്ച അഭിപ്രായം പറയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തു തന്നെയാണെങ്കിലും പ്രതികളെയും വെറുതെ വിട്ട സാഹചര്യം. ഹരീഷ്, എന്താണ് വിധി പ്രസ്താവത്തിൽ പറയുന്നത്? എന്താണ്? വളരെ നിരാശകരമായ പ്രോസിക്യൂഷൻ കോടതി മുമ്പാകെ ഹാജരാക്കിയ തെളിവുകൾ പ്രതികൾക്കെതിരെ കുറ്റം തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ആ വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് പ്രോസിക്യൂഷൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ നേരത്തെ VPSFകാരൊക്കെ കൂറുമാറി എന്നുള്ളൊരു പരാതി കൂടി ഉണ്ടായിരുന്നു. അതൊക്കെ കാരണമായിട്ടുണ്ടോ? അത് കുറച്ചൊക്കെ കാരണങ്ങളാണ്. വിധി വന്നതിന് ശേഷം, വിധി ന്യായം കണ്ടതിന് ശേഷം, ജഡ്ജ്മെന്റ് കണ്ടതിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. തക്കതായ എല്ലാ തെളിവുകളും പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് ഹാജരാക്കിയിട്ടുണ്ട്. കോടതി മറ്റെന്തെങ്കിലും കമന്റ് പറഞ്ഞിട്ടുണ്ടോ? ഇപ്പൊന്നും പറഞ്ഞിട്ടില്ല. ഇനി വിധി ന്യായം ജഡ്ജ്മെന്റ് പൂർണ്ണമായി കണ്ടതിന് ശേഷം തീരുമാനിക്കുകയുള്ളൂ എന്താണെന്ന്. അത് എപ്പോഴേ കാണാൻ നമുക്ക് സാധിക്കും. അത് തെറ്റായ ഒരു ആരോപണമാണ്. FIR തക്കതായ തെളിവുകൾ തന്നെ, സാക്ഷികളും ഒക്കെ കോടതി മുമ്പാകെ തക്കതായ തെളിവുകളും മൊഴികളുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പീൽ നൽകാനാണ് പ്രോസിക്യൂഷൻ നിർദ്ദേശിക്കുന്നത്.